ഹുദവി ഉസ്താദ് ഉണ്ടല്ലോ മർക്കസില് സനത് അന്വേഷിക്കാൻ വേണ്ടി പോയത്, അദ്ദേഹവുമായി നമ്മൾ ഒരു ബന്ധപ്പെട്ടപ്പോ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതില് ചില ഒന്ന് രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിഷയം ബോധ്യപ്പെട്ടതാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ശരിക്ക് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ആ സംഭവം. അതെ, അത് അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അത് വ്യക്തമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റൂമിലെ സജീവ പ്രവർത്തകനും നമ്മുടെ അഡ്മിനും ഒക്കെ ആയ, അതോടുകൂടെ തന്നെ SKSF-ന്റെ സംഘടനാപരമായി മറുഭാഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ARCKP, അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഹുദവിയുമായി നടത്തിയ സംസാരത്തിൽ ഹുദവിയിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട വസ്തുത എന്താണെന്ന് ARCKP 2 മിനിറ്റ് സമയം ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് ഒന്ന് പറയും. ARCKP മൈക്കിലുണ്ട്, റൂമിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട രൂപം ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. ARCKP ഇല്ലേ, ജസ്റ്റ് ഒന്ന് റിസൈൻ ചെയ്താല്. ഹലോ, ഓക്കെ ARCKP മൈക്കിൽ വരും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളോ മറ്റു പ്രശ്നം ശരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ ഇവിടെ മഞ്ചാടി നമ്മുടെ ഷറഫുദ്ദീൻ പുളിഞ്ഞാൽ പറഞ്ഞതുപോലെ ഏതാനും 2 ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി എന്റെ റൂമിൽ തന്നെ കട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല, ഓക്കെ. അപ്പോ 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ റൂമിൽ തന്നെയാണ് നമ്മുടെ ഷറഫുദ്ദീൻ പുളിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ ഹുദവിയും മറ്റ് 2-3 പേരും ഒരുമിച്ചത്. അൽഹംദുലില്ലാ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഞാൻ ഒരു സുന്നിയാണ്, അതോടൊപ്പം സുന്നി ഗ്ലോബൽ എന്റെ തറവാടുമാണ്. ഈ APEK എന്നുള്ള രീതിയിൽ സാധാരണക്കാർ, ഇപ്പൊ ജിഷാൻ മാഹി, നമ്മുടെ ഷറഫുദ്ദീൻ പുളിഞ്ഞാൽ, അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ, ഉസ്താദുമാരൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ ശ്രദ്ധിച്ച്, അങ്ങനെയാണ് നമ്മുടെ ഉലമാക്കളും പഠിപ്പിച്ചത്, ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കാര്യം ചെയ്യും. എന്തും പറഞ്ഞത് എന്ന് അതുപോലെ പറയാം. നമ്മുടെ ഹുദവിനെ കണ്ടപ്പോ എനിക്കിതൊരു ഞാനന്ന് ആദ്യം ചോദ്യം ചോദിച്ചത്, ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യം, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇതായിട്ട് നമ്മുടെ സുന്നികൾ തന്നെ വഹാബികൾക്ക് ഏണി വെച്ച് കൊടുക്കുന്ന രീതിയിൽ കട്ടുണ്ടോ? ജമാഅത്തിന്റെ പ്രവർത്തകർ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ തന്നെ ഇങ്ങനെ ഒരു വേല ചെയ്യണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു, ഇങ്ങനെ ഒരു വിവാദം ഒഴിവാക്കാമായിരുന്നു. കാരണം ഇതിന്റെ നിജസ്ഥിതി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഇതിന്റെ നിജസ്ഥിതി, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളിപ്പം സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന സംസം വെള്ളം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് നിങ്ങളോട് സംസം വെള്ളം ആവശ്യപ്പെട്ടു. നിങ്ങൾ എനിക്ക് സംസം വെള്ളത്തിന് പകരം കിണറ്റിലെ വെള്ളം തന്നാൽ ആ വെള്ളം ഞാൻ സംസം വെള്ളമാണെന്ന് കരുതി കുടിച്ചാൽ എനിക്കതിന്റെ പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഹുദവി ഉടനെ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സംസം വെള്ളം കുടിച്ചതിന്റെ പ്രതിഫലം തന്നെ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ലോകോത്തര തലത്തിൽ അറിയപ്പെട്ട പണ്ഡിതൻ AP ഉസ്താദ്, അദ്ദേഹം ഈ ഷഹറെ മുബാറക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്ന ആ വെള്ളം കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം മർക്കസിലേക്ക്, നാട്ടിൽ പോയാൽ തീർച്ചയായിട്ടും മർക്കസിലേക്ക് പോവുകയും ആ ഷഹറെ മുബാറക്ക് ഇട്ട വെള്ളം കുടിക്കാൻ എനിക്ക് ആഗ്രഹവുമുണ്ട്. ആ വെള്ളം ഞാൻ കുടിച്ചാൽ എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം അതേ കിട്ടുമെന്നും പറഞ്ഞിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ രണ്ടാമത് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടായത്, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ അറിയാതെ വന്നു പോയ ഒരു കാര്യമാണ് നേരത്തെ മഞ്ചാടി ഇവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം ആ സനദിൽ, ഡൽഹിയിൽ നിന്ന് കൊടുത്ത സനദിൽ എങ്ങനെയാണ് സൗദി അറേബ്യയുടെ സീല് വന്നത് എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാല് ഞാനും ഒന്ന് ഞെട്ടിപ്പോയി. ഇതെങ്ങനെയാണ് ഇപ്പൊ സൗദി അറേബ്യയുടെ സീല് വന്നത്? ആ ചോദ്യവും ഞാൻ അവിടെ ചോദിച്ചു. ഇങ്ങനെ സൗദി അറേബ്യയുടെ സീല് എങ്ങനെയാണ് ഇതിൽ വന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, സൗദി അറേബ്യയുടെ സീല് ആ ഡൽഹിയിൽ നിന്ന് കൊടുത്ത സനദിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് വെച്ചു. ആ ഉണ്ട്, എന്റെ മൊബൈലിൽ തന്നെ അത് ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയിൽ
നമ്മുടെ മഞ്ചാടി പറഞ്ഞു, നിങ്ങൾ ആ മൊബൈലിൽ നിന്ന് അത്ര കഷ്ടപ്പെടണ്ട, ആ സനത് എന്റെ കയ്യിൽ തന്നെയുണ്ട്, ഇത് തന്നെയല്ല നിങ്ങൾ കണ്ട സനത് എന്ന് പറഞ്ഞുകൊണ്ട് സനത് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ഉടനെ അത് നോക്കിയ ഉടനെ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഇത് തന്നെയാണ് ഞാൻ കണ്ടത്, ഇതാ കിടക്കുന്നു ഇതിൽ സൗദി അറേബ്യയുടെ സീല് എന്ന് പറഞ്ഞ് അദ്ദേഹം കാണിച്ചു. മഞ്ചാടി വളരെ കൂളായിട്ട് പറഞ്ഞു, നിങ്ങൾ ആ സീല് ഒന്ന് ശരിക്കൊന്ന് വായിക്കണം, ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞു. ആ സീല് വായിക്കുമ്പോഴത്തേക്ക് അത് സൗദി അറേബ്യയുടെ സീലല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് ഉറുദുവിൽ എഴുതിയ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിന്റെ സീലായിരുന്നു അത്. അപ്പോ അദ്ദേഹത്തിന് അതിന് ശരിക്കും തെറ്റുപറ്റി എന്ന് പൂർണ്ണ ബോധ്യമാവുകയും അദ്ദേഹം, പക്ഷേ മഞ്ചാടിക്കും അറിയാം, അദ്ദേഹം ഒരു വളരെ നല്ല സൗമ്യമായിട്ട് വളരെ നല്ല മനസ്സ് തുറന്നുകൊണ്ട് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന് വളരെ വേദനയുണ്ട്. ഇന്ന് ഈ വിഷയം തെരുവിലയച്ചുകൊണ്ട്, തെരുവിൽ വലിച്ചെറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയതിൽ അദ്ദേഹത്തിനും വിഷമമുണ്ട്, ഞങ്ങൾക്കും വിഷമമുണ്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും വിഷമമുണ്ട്. അപ്പൊ ഇതിന്റെ സത്യം പലർക്കും അറിയാം, ഇതിന്റെ സത്യം പലർക്കും അറിയാം. പക്ഷേ പലരും പലരുടെ സ്ഥാനമാനങ്ങൾ പോകുന്നോ എന്നുള്ള ഭയം കൊണ്ട് ആരും അത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായി. അൽഹംദുലില്ലാ, അവരുടെ കൂടെ തന്നെ വന്ന അവരുടെ ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ വേറെ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് പറയാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിലാകാം. ദുആ വസിയത്തോടുകൂടി ഒരു കാര്യം കൂടി, പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞങ്ങളിപ്പോ സൂചിപ്പിച്ചു, മഞ്ചാടിയും സൂചിപ്പിച്ചു. മഞ്ചാടി ഇപ്പൊ 2 പ്രാവശ്യം ഹുദവിയുടെ പേര് പറയുമ്പോഴും മറ്റും വളരെ ഹുദവിയോട് മഞ്ചാടി വളരെ നല്ല രീതിയിലാണ് ഹുദവിയോട് സംസാരിച്ചതും. അതുപോലെ തന്നെ നിങ്ങളും സംസാരിക്കുമ്പോ ഉസ്താദുമാർ പറഞ്ഞോട്ടെ, ഉസ്താദുമാർ പണ്ഡിതന്മാർ അവർക്ക് പറയാനുള്ള അതിന്റെ അർഹതയുണ്ട്. സാധാരണക്കാർ സംസാരിക്കുമ്പോ പണ്ഡിതന്മാരെ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, നമ്മൾ ഈ സുന്നി ഗ്ലോബലിൽ എത്ര തവണ ഈ കസ്സാബുന ദജ്ജാലുനയായ വഹാബികൾ മുജാഹിദുകൾ എത്ര തവണ APEK പ്രസ്ഥാനം എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഒരേ കുടുംബത്തിലെ, ഞങ്ങൾ ഒരേ വീട്ടിലെ അംഗമാണ്, ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പണക്കം ഉണ്ടാവും, അത് ഞങ്ങൾ തന്നെ തീർക്കും എന്ന് പല തവണ പറഞ്ഞതാണ്. അതന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഞങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് ഇൻഷാ അല്ലാഹ് പണ്ഡിതന്മാരൊക്കെ അത് ശരിയാക്കും ഇൻഷാ അല്ലാഹ്. അതിന് സാധാരണക്കാർ ഹിദായത്ത് നഷ്ടപ്പെടുന്നത് പോലെയുള്ള വാക്കുകൾ പറയരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദുആ വസിയത്തോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഈ ക്ലിപ്പ് കേട്ടത് വളരെയധികം സന്തോഷമുണ്ട്. ഭൂമിന്റെ ഭംഗിക്ക് നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം, ഒരു ദിവസമെങ്കിലും, ഈ ഒരു രാത്രി ഇവർ ഈ പറയുന്ന ഈ സമയത്ത്, അവർ ഈ ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് തന്നെങ്കിലും ഒരു പ്രാവശ്യം തന്നെങ്കിലും ബഹുമാനപ്പെട്ടവർ നിങ്ങൾ ഇടുകയാണെങ്കിൽ അൽഹംദുലില്ലാ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ അവിടെ നിന്ന് പോന്നു കിട്ടും എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ക്ലിപ്പിട്ട ഈ ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.